ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ കുട്ടികൾ മുടക്കില്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള തൊഴിലാളികളുടെ ത്യാഗം കൂടിയുണ്ട് എന്നതും സ്മരിക്കേണ്ടതുണ്ട്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന്റെ ചെലവുകൾ മാത്രമല്ല, പാചക തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് 3 മാസമാവുകയാണെന്ന് പറഞ്ഞല്ലോ. പലരും വീട് നടത്താൻ കടം വാങ്ങുന്നു. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇവർ ചോദിക്കുന്നു. നമുക്ക് മറ്റു ചില മനുഷ്യരെ കൂടി പരിചയപ്പെടാം. എൻ്റെ പേര് മേഴ്സി ചാക്കോ. എൻ്റെ ഭർത്താവാണ് ചാക്കോ ജോണ്. ഞങ്ങൾ രണ്ടുകൂടിയും 15 വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം സ്കൂളിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞപ്പം ശമ്പളം മാസം 15 ആകുന്ന മുമ്പ് ഞങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ വരാൻ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ശമ്പളമേ കിട്ടുന്നില്ല. ഇങ്ങനെ വല്ലപ്പോഴായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 3 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. ഇപ്പം കടം വാങ്ങിക്കുക ശമ്പളം ഇല്ലാത്തതുകൊണ്ട്. പണി ഉപേക്ഷിക്കത്തില്ല. പിള്ളേരെ ഞങ്ങളതുപോലെ, കൊച്ചു പിള്ളേരെ ഞങ്ങളതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കൊരു നേരം കഞ്ഞി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ശമ്പളം കിട്ടുമ്പോൾ കിട്ടട്ടെ. കട്ടപ്പനയ്ക്ക് സമീപം മേരികുളം സെന്റ് മേരീസ് LP സ്കൂളിലെ പാചക തൊഴിലാളികളാണ് മേഴ്സിയും ഭർത്താവ് ചാക്കോയും. വേതനം മുടങ്ങിയതോടെ നിത്യച്ചെലവുകൾക്ക് പോലും ഇവർക്ക് കടം വാങ്ങേണ്ടി വരുന്നു. രോഗിയായ ചാക്കോയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ല. എന്നിട്ടും വിദ്യാർത്ഥികളെ ഓർത്തിട്ടാണ് ഈ ജോലി തുടരുന്നത്. ഞാനൊരു ഹാർട്ടിൻ്റെ പേഷ്യൻ്റാണ്. എനിക്ക് മാസം ഒരു 10,000-2,000 രൂപയുടെ ഗുളിക ഞാൻ കഴിക്കുന്നു. ഇതല്ലാണ്ട് വേറെ മാർഗം ഞങ്ങൾക്കില്ല. അപ്പോൾ കഷ്ടിച്ച് എല്ലായിടത്തും കടമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടുന്നതായിട്ടും നാളെ കിട്ടുമെന്നും പറഞ്ഞ് അവരോട് ഇങ്ങനെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. അവർ തരുതായിട്ട് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, കടക്കാരാണല്ലോ. ഇതുകൊണ്ട് ഞങ്ങൾ രാവിലെ 6:30 ആകുമ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ 3:30 വരെ ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വേറെ പണിയൊന്നും നടക്കുന്നില്ല. ഭക്ഷണമുണ്ടാക്കുന്ന ചെലവ് ലഭിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. കടവും വിലയും വാങ്ങിയാണ് പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണ പദ്ധതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പാചക തൊഴിലാളികൾക്ക് മുന്നിൽ ഇവരും നിസ്സഹായകരാണ്. പാചക തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ്. മറ്റു വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഇവിടെ 500 കുട്ടികൾ കൂടുതലുണ്ട്. അപ്പം തീർച്ചയായിട്ടും 1,00,000 രൂപയിലധികം ഈ കുക്കിംഗ് കോഴ്സ് ഇനത്തിലും അതുപോലെ തന്നെ പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മുട്ടയും പാലും കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഏതാണ്ട് 1,00,000 അധികം രൂപ ഒരു മാസമാകും. ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ സർക്കാർ സ്കൂളുകളിലും പാചക തൊഴിലാളികളുടെ അവസ്ഥ ഇതുതന്നെയാണ്. പലരും ഈ ജോലി ഉപേക്ഷിക്കാത്തത് കുട്ടികളെ ഓർത്തിട്ടാണെന്ന് മാത്രം. ഇടുക്കിയിൽ നിന്ന് ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.